നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്ത് ഇതുവരെ എത്തിച്ചു തന്ന എല്ലാവർക്കും നമ്മളെ സ്നേഹം അറിയിക്കുവാണ്. പുതിയതായിട്ട് കാണുന്ന എല്ലാവരും നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു വീഡിയോ എടുത്തിട്ട് തന്നെ കുറച്ച് ദിവസം ആയിട്ടുണ്ട്. പൊതിച്ചോറ് കൊടുക്കുന്നതിന് മുന്നേ ഉള്ള ദിവസം ഇടാൻ വേണ്ടിയിട്ട് എടുത്തിരുന്നതാണ്. പിന്നെ ഈ പൊതിച്ചോറ് കൊടുത്ത് തുടങ്ങിയപ്പോഴത്തേക്ക് ഈ ഒരു വീഡിയോ ഇടാനോ അങ്ങനെ ഒന്നും എനിക്ക് പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. ഇന്ന് തന്നെയാണ് ഈ ഒരു വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് പിന്നെ അതിന് വോയിസൊക്കെ ഇടുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇന്ന് നമ്മൾ പൊതിച്ചോറല്ല കൊടുത്തിരിക്കുന്നത്, ബിരിയാണിയാണ് കൊടുത്തത്. പിന്നെ നമ്മളെ വീട്ടിൻ്റെ അടുത്തായിട്ടൊരു കോൺക്രീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ബിരിയാണിയാണ് ഇന്നിപ്പോൾ വെച്ചത്. നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ബിരിയാണിയുടെ ആവശ്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഇത്ര എണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കണക്കാക്കി കൊടുത്ത്. പിന്നെ സ്ഥിരമായിട്ട് നമ്മളെ പൊതിച്ചോറ് വാങ്ങുന്നവരുടെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് അവർക്കും ബിരിയാണി മതിയെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മളിന്ന് വെള്ളച്ചോറൊന്നും വെച്ചിട്ടില്ലായിരുന്നു. പിന്നെ ഇന്നിപ്പോൾ സമയം കിട്ടിയത് കൊണ്ടാണ് പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഈ ഒരു വീഡിയോ ഇടണം. നമ്മൾ നേരത്തെ ഒരു മടൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പണ്ട് കാലത്തൊക്കെ നമ്മൾ ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ളതാണ്. കപ്പ ഇളക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വീടുകളിലൊക്കെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. എനിക്ക് നേരത്തെ ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് ഒടിഞ്ഞു പോയപ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു മടൽ വെട്ടിയെടുത്ത് നമ്മളെ ഓലര മടൽ തന്നെയാണ്. പിന്നെ പന ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മടൽ വെട്ടിയിട്ട് നമ്മൾ തുടുപ്പിനായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പണ്ടൊക്കെ. അത് പനം തുടുപ്പെന്ന് പറയും. അപ്പോൾ അങ്ങനെ അന്നൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് അന്നിപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിരുന്നത്. പിന്നെ നമ്മൾ ഇതിലോട്ടങ്ങ് പോയപ്പോഴത്തേക്ക് പിന്നെ ഈ ഒരു വീഡിയോ ഇടാനോ അങ്ങനെ ഒന്നും പറ്റിയിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഇന്നിപ്പോൾ ഈ പൊതിച്ചോറ് കൊടുക്കുന്നതിലേക്ക് പോയപ്പോഴത്തേക്ക് എൻ്റെ ഒരിത് വെച്ചിട്ട് ഞാൻ പറയുന്നത്, ഇപ്പോൾ ഏതാണ്ട് ഒരാഴ്ച ആയിട്ടുണ്ട് നമ്മൾ നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ നമ്മൾ ആരെടുത്ത് നമ്മൾ ചോദിച്ച് അഭിപ്രായമൊക്കെ ചോദിച്ചിട്ട് നമ്മൾ ചെയ്യാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും നടക്കത്തില്ല. കാരണം ഞാൻ ഇതുപോലെ ഒത്തിരി പേരെടുത്ത് ഞാനും ആലോചിച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ പൊതിച്ചോറാണെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോഴത്തേക്ക് സമയത്ത് ചിലപ്പോൾ ഒന്നും നടക്കത്തില്ല. പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് നമ്മൾ സ്വന്തം തീരുമാനത്തിൽ നമ്മൾ ഇറങ്ങുവാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. പിന്നെ എൻ്റെ ഇത് വെച്ച് ഞാൻ പറയുവാണെങ്കിൽ നമുക്ക് നഷ്ടം വന്നാലും ലാഭം വന്നാലും നമ്മൾ മാത്രമേ അറിയുള്ളൂ. വേറൊരാളുടെ അടുത്ത് നമ്മൾ കണക്ക് പറയണ്ടല്ലോ. പിന്നെ ആദ്യം നമ്മൾ ചെറിയ രീതിയിൽ കൊടുത്തു തുടങ്ങി. പിന്നെ ഓരോ ദിവസം ചെല്ലുമ്പോഴത്തേക്ക് ഓരോരുത്തർ കഴിച്ചിട്ട് അഭിപ്രായമൊക്കെ അറിഞ്ഞിട്ട് മറ്റുള്ളവരൊക്കെ വാങ്ങുമ്പോൾ എണ്ണങ്ങളിങ്ങനെ കൂടിക്കൂടി വരും. നമ്മളിങ്ങനെ റെഡിയാക്കി കൊടുക്കുന്നതെന്നൊക്കെ അറിയുമ്പോഴത്തേക്ക് വേറെയുള്ള സ്ഥലത്തു നിന്നൊക്കെ ഇന്നിപ്പോൾ നമുക്ക് ബിരിയാണിയുടേത് കിട്ടിയില്ലേ, അപ്പോൾ അതുപോലെയൊക്കെ നമുക്ക് കിട്ടും. നമ്മൾ തന്നെ ആദ്യം പൊതിച്ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചിലവായ തുക 840 രൂപയാണ്. അല്ലാതെ നമ്മൾ 2000 5000 രൂപയ്ക്കൊന്നും സാധനങ്ങളൊന്നും എടുത്ത് വെച്ചിട്ടല്ല നമ്മൾ പൊതിച്ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ അത്ര എടുക്കാനൊന്നും ഇല്ലായിരുന്നു. എനിക്ക് യൂട്യൂബിൻ്റെ വരുമാനം കിട്ടിയപ്പോൾ തന്നെ അത്യാവശ്യം കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൊടുത്ത് തീർക്കാനും പിന്നെ നമ്മളെ വാടക, പിന്നെ നമ്മളെ വീട്ടിൽ ഒരാൾ മാത്രം ഇറങ്ങിപ്പോയി കൊണ്ടുവന്ന് കിട്ടുന്ന ഒരു വരുമാനം കൊണ്ട് നമ്മളെ വീട്ടു വാടകയും മക്കളെ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ലല്ലോ. പിന്നെ ഈ ഒരാഴ്ച കൊണ്ട് ഈ പൊതിച്ചോറിൻ്റെ ഇതും കൂടെ തുടങ്ങിയപ്പോഴത്തേക്ക് നല്ല രീതിക്ക് തന്നെ വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഇന്ന് തന്നെ നമ്മൾ ഈ ബിരിയാണിയുടെ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 4 പേരും കൂടിയാണ് എല്ലാം കട്ട് ചെയ്ത് എല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ കാര്യത്തിലും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പൊതിച്ചോറ് കിളിമാനൂർ വഴി പോകുമ്പോഴത്തേക്ക് നമുക്ക് തരുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ട് തരും. പിന്നെ നമ്മളെ ഈ ലൊക്കാലിറ്റിയിലുള്ള ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കമൻ്റ് ഇടുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുവഴി പോകുമ്പോൾ അല്ലെങ്കിൽ എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചോറ് എത്തിച്ചേരും. ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ചോറ് തീരും. അപ്പോഴും ഒരു രാവിലെ തന്നെ മെസ്സേജ് അയക്കുവാണെങ്കിൽ അത് കണക്കാക്കി നമ്മൾ എന്തായാലും ചോറ് മാറ്റി വയ്ക്കും. പിന്നെ നിങ്ങളെല്ലാവരും ആണല്ലോ നമ്മളെ ഇതുവരെ എത്തിച്ച് തന്നിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടെ അടുത്തൊക്കെ ആയിരുന്നെന്നുണ്ടെങ്കിൽ നമ്മൾ കൊണ്ട് തന്നേനെയിരുന്നു. പിന്നെ നമ്മൾ എങ്ങും നിന്നല്ലല്ലോ കൊടുക്കുന്നത്, ഇങ്ങനെ കൊടുത്ത് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കണ്ട് കിട്ടാനായിട്ട് പാടാണെന്ന് വെച്ചാൽ ഒരു സൈഡിൽ നിന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാം നമ്മൾ ഇന്നടുത്ത് നിൽപ്പുണ്ട്, ഇന്നടുത്ത് നിന്നങ്ങ് വാങ്ങിയാൽ മതി എന്ന് പറയും. ഇതിപ്പോൾ അങ്ങനെയല്ല. നമ്മൾ ഓരോ കടകളിലാണെങ്കിലും ഓരോ സ്ഥലത്ത് ജംഗ്ഷനിൽ അങ്ങനെ ഓരോ സ്ഥലങ്ങളിലായിട്ട് മോൻ ഇങ്ങനെ കൊടുത്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോഴപ്പോഴങ്ങ് തീരുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഒന്ന് പോലും ബാലൻസ് വരുമോ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബാലൻസ് വരും, കുറച്ചൊക്കെ ചിലപ്പോൾ പോകുമായിരിക്കും. യൂട്യൂബിലൊക്കെ ഞാൻ ചില വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ട്. അമ്മമാരാണെങ്കിലും ചേച്ചിമാരാണെങ്കിലൊക്കെ ഒരു സ്ഥലത്ത് നിന്നിട്ടൊക്കെ ഇങ്ങനെ ചോറ് കൊടുക്കുന്ന കണ്ടിട്ടുണ്ട്, ബാലൻസ് വരുന്നതൊക്കെ. അതിലും നല്ലത് നമ്മളിങ്ങനെ കൊടുക്കുകയാണെങ്കിൽ കുറേ കൂടെ നമുക്ക് ഓരോരുത്തരെ പരിചയപ്പെടാനും നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് ഇപ്പം നമ്മളെ പരിചയപ്പെടുമ്പോഴത്തേക്ക് മറ്റുള്ളവർ ചോദിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് കുറേ പേര് നമുക്ക് കിട്ടും. നമ്മൾ കുറേ ഇങ്ങനെ ആലോചിച്ച് യൂട്യൂബ് ചാനലൊക്കെ കണ്ടിട്ട് പിന്നെ നമ്മൾ എടുത്തൊരു തീരുമാനമാണ് നമ്മൾ അവരുടെ അടുത്ത് നമ്മൾ എത്തിച്ച് കൊടുക്കുക എന്നുള്ളത്. ഇപ്പോൾ മോൻ കൊടുക്കുന്നുണ്ട്, മോൻ പഠിക്കാൻ പോയി കഴിയുമ്പോഴത്തേക്ക് ഞാൻ കൊടുക്കും, എനിക്ക് കൊണ്ടുവന്ന് കാണിച്ച് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ധൈര്യമായിട്ട് നിങ്ങളും ഇതുപോലെ ഒന്ന് തുടങ്ങുക, അവരുടെ കൈകളിൽ എത്തിച്ച് കൊടുക്കാനായിട്ടൊക്കെ നോക്കുക. പൈസ ഇല്ല എന്നുള്ളൊരു ചിന്തയൊന്നും വേണ്ട, കയ്യിലുള്ള പൈസ വെച്ചിട്ട് മതി. പിന്നെ നമുക്ക് താങ്ങും തണലായിട്ട് നിന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ എല്ലാവരുടെ അടുത്തും ഒരിക്കൽ കൂടെ ഞാൻ നന്ദി പറയുവാണ്.
പിന്നെ പുതിയതായിട്ട് കാണുന്ന എല്ലാവരും നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറന്നു പോവല്ലേ.